ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാസ് സ്പൈസ് വേൾഡ്. ചില റെസിപ്പി നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം ഇത് സൂപ്പർ ഹിറ്റാവുന്നു. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ക്രിസ്പി പ്രോൺ ഫ്രൈ. ഈ പ്രോൺ ഫ്രൈൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. ബിഗിനേഴ്സിനും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. സീ ഫുഡിൽ കുറേ വെറൈറ്റീസ് ഉണ്ടായാലും എല്ലാവരുടെയും ഫേവറേറ്റാണ് പ്രോൺസ്. പ്രോൺസ് ഏത് മെയിൻ ഡിഷിൻ്റെ കൂടെ നന്നായി ചേരും. എൻ്റെ ഫേവറേറ്റാണ് രസം ചോറും പ്രോൺസും. നിങ്ങളുടെ ഏതാ കോമ്പിനേഷൻ? ഒന്ന് കമൻസിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ക്രിസ്പി പ്രോൺ ഫ്രൈ ഉണ്ടാക്കാൻ ഞാനിവിടെ 1/2 കിലോ പ്രോൺസാണ് എടുത്തേക്കണേ. പ്രോൺസിനെ നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വെയിൻസും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലാ പൊടികളും 1 by 1 ആയിട്ട് ഇടാം. ഫസ്റ്റ് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ലെമണിൻ്റെ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ അംചൂർ പൗഡർ, 1 ടീസ്പൂൺ ഓമം, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 മുട്ടേൻ്റെ വെള്ള, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടിയും ഇടാം. ഇനി എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. വെള്ളം കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. മാരിനേഷൻ വളരെ ലൂസ് ആവാനും പാടില്ല, അതുപോലെ തന്നെ നല്ല തിക്കാവാനും പാടില്ല. ജസ്റ്റ് ഒരു ലൈറ്റ് കോട്ടിങ് പ്രോണിൻ്റെ മേലെ ഉണ്ടാവണം. പ്രോൺസിന് ഒരു 1/2 an hour നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഹാഫ് ആൻ അവറിന് ശേഷം ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ കുറച്ച് അധികം തന്നെ വേണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിത് ഡീപ് ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഫ്ലെയിമിനെ നമുക്കൊന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത പ്രോൺസിനെ ഒന്നൊന്നായിട്ട് കടായിലേക്ക് ഇടണം. ഒരടിക്ക് തന്നെ കുറേ പ്രോൺസ് ഇട്ടിട്ട് പാത്രം തിങ്ങാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ മേലത്തെ കോട്ടിങ് ചിലപ്പോൾ പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേശ്ശെ ആയിട്ട് 2-3 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. പിന്നെ പ്രോൺസിന് ഇട്ട ഉടനെ നമുക്കിതിനെ ഇളക്കാൻ പാടില്ല. ഒരു 10-15 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് മെല്ലെ ഒന്നൊന്നായിട്ട് മറിച്ചിടാൻ പാടുള്ളൂ. പ്രോൺസ് പെട്ടെന്ന് തന്നെ വേവും. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 2 to 3 minutes മതി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പ്രോൺസ് ഓവർ കുക്കായിട്ട് നല്ല ചൂയി ആൻഡ് റബ്ബറി ആവും. അപ്പോൾ 3 minutes ആണ് മാക്സിമം നമുക്ക് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. 3 minutesന് ശേഷം ഫ്ലെയിമിനെ ലോയിലേക്കാക്കി പ്രോൺസിനെ മെല്ലെ നമുക്ക് കോരി എടുക്കാം. ഞാൻ മൊത്തം ഒരു 3 ബാച്ചായിട്ടാണ് പ്രോൺസിനെ ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ നമ്മുടെ ക്രിസ്പി പ്രോൺ ഫ്രൈ റെഡിയായി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും കഴിക്കാൻ തോന്നണില്ലേ? സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ചാട്ട് മസാല സ്പ്രിങ്കിൾ ചെയ്യാൻ മറക്കരുത്. ഇതുകൊണ്ട് നമ്മുടെ ടേസ്റ്റ് അടുത്ത ലെവലിലേക്ക് പോകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഒന്ന് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ തൊട്ടുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണേ. അപ്പോൾ നിങ്ങളും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. സോ സീ യു സൂൺ ഇൻ അനദർ വീഡിയോ. ബൈ.